ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ അവിടെ കാണാം. പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരൊക്കെ വലിയ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടാവർ നായകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ശ്രമകരമായ ദൗത്യം. ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെയുണ്ട്. സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ പ്രദേശം എന്നുള്ളതാണ്. ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലും ചേറിക്കിടക്കുന്ന ദൃശ്യങ്ങളും കാണാം. നമുക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണം. അവിടെ നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അപകടത്തിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് പൂർണ്ണരൂപത്തിൽ കണ്ടുകിട്ടിയത്. 9 മൃതദേഹാവശിഷ്ടങ്ങളും ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെ ലഭിച്ചു. ഇതിൽ 6 പേരെ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിഞ്ഞവരുടെ തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 2 പേരുടെ മൃതദേഹത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്ന് ഇന്നിപ്പോൾ രാവിലെ വ്യക്തമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. DNA പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. 10 പേർ ICUവിൽ തുടരുന്നവരിൽ 5 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം കൂടിയുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരടക്കം എത്തിയാണിപ്പോൾ കൂടുതൽ പരിശോധനകളും DNA പരിശോധനകളും മറ്റും നടത്തുന്നത്. നവമി, ഇനിയിപ്പോൾ അവിടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടാവും. കൂടുതൽ ആളുകളെ തിരഞ്ഞുള്ള ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ 32ഓളം ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. അവരുടെ ബന്ധുക്കളും ഇപ്പോൾ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ ബന്ധുക്കളും ഇവരെയൊക്കെ തിരഞ്ഞ് അവിടെ എത്തുന്നുണ്ടാകും. അത്തരം വ്യക്തതകളോ മറ്റോ വരുന്നുണ്ടോ? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവിടെ ആശുപത്രിയിലെ നടപടിക്രമങ്ങളായി ബാക്കിയുള്ളത്? രഞ്ജിത്ത്, എന്തായാലും മോർച്ചറിയുടെ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന, കണ്ണീരണിയിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഉറ്റവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരുടെയും മുഖത്ത്. പ്രത്യേകിച്ച് എവിടെയാണെന്ന് പോലും അറിയാതെ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ കൂട്ടത്തിലുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. മോർച്ചറിയിൽ എത്തിയപ്പോൾ പോലും ഉറ്റവരെ കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ വിഷമത്തിൽ പലരും മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ നൽകിയതാണ്. അവരുടെ പ്രതികരണങ്ങളും ഒക്കെ നൽകിയതാണ്. എന്തായാലും ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ മണികണ്ഠൻ എന്നൊരാളുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആശയക്കുഴപ്പം നിന്നിരുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹമാണ് അതെന്ന് മറ്റൊരു ആൾക്കാർ, കുടുംബം അവകാശവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ അത് പോലീസിന്റെ നേതൃത്വത്തിൽ അത് ഒരു തിരിച്ചറിയൽ നോക്കിയപ്പോൾ അത് മണികണ്ഠന്റേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി വിഷ്ണു എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുപോലെ വിജയൻ എന്നൊരു വ്യക്തിയെ അന്വേഷിച്ചും കുടുംബമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വളരെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മോർച്ചറിയിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്, തൃശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തും. മന്ത്രി K രാജൻ രാവിലെ തന്നെ ആശുപത്രിയിലുള്ളവരെ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എല്ലാ മന്ത്രിമാരെല്ലാവരും തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഓരോ വിവരങ്ങളും അപ്പോഴപ്പോഴായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുക. ഇപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചു വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള നിർദ്ദേശം നൽകുക, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും മെഡിക്കൽ കോളേജിൽ നടന്നു വരികയാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ MP എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോ നേതാക്കളായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും വരും. എന്തായാലും 13 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 6 പേരുടെ നില തൃപ്തികരമാണ്. 5 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 5 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കൈമാറി. ഇപ്പോഴും മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. 2 മൃതദേഹത്തിന്റെ DNA പരിശോധന ഇനി നടക്കേണ്ടതുണ്ട്. 14 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 2 പേർ ഡിസ്ചാർജായി. ഇങ്ങനെയാണ് നിലവിലുള്ള ആശുപത്രിയിലുള്ളവരുടെ കണക്കുകൾ വരുന്നത്. അപ്പോഴും ബാക്കിയാകുന്നത് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. അവരൊക്കെ എവിടെ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ അനുബോധ് പറഞ്ഞതുപോലെ തന്നെ അവിടെ പരിശോധനകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്, എല്ലാ സജ്ജീകരണം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായ സജ്ജീകരണം തന്നെയാണ് ആശുപത്രിയിലുള്ളത്. വേണ്ട മരുന്നുകളും മറ്റ് സാമഗ്രികളും ഒക്കെ രാത്രിയോടുകൂടി തന്നെ എത്തിക്കുകയും ചെയ്തു. KC വേണുഗോപാൽ MP ഇന്നലെ സന്ദർശിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രി P രാജീവ്, VN വാസവൻ, മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരും എല്ലാം ഇവിടെ തന്നെ എത്തിയിരുന്നു. അവരെ സന്ദർശിച്ചു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടാണ് അവരൊക്കെ മടങ്ങിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള
ഇനിയുള്ള കാര്യം ഇനി ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ DNA പരിശോധന ആവശ്യമാണ്. അത് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. അതിനുള്ള ബന്ധുക്കളെല്ലാം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രതികരണം തേടിയതാണ്. സഹോദരനെ കാണാനില്ല, സഹോദരന്റെ മൃതദേഹമാണോ എന്ന് സംശയം, പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സഹോദരി DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് DNA സാമ്പിൾ നൽകുന്നതിനു വേണ്ടി എത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് മോർച്ചറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ ഈ രീതിയിലാണ്. അതിൽ 70%-ലേറെ പൊള്ളലേറ്റതാണ് ഇവരിൽ 5 പേര്. അവരുടെ അവസ്ഥയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ ലൈസൻസി ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെയും ആരോഗ്യനില അല്പം ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലായി ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ തുടരുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം ഡോക്ടർമാരുടെ, ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് കളക്ടർ പ്രതികരിച്ചത്. ഇവരുടെ DNA പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കി. ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെ നില തൃപ്തികരമാണ്. 5 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നതായും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള അപ്ഡേറ്റ് ആണ് പറയുന്നത്. നമുക്ക് മൊത്തം ഇവിടെ ചികിത്സ തേടിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 13 പേരായിരുന്നു. അതിൻ്റെ ഉള്ളിൽ 2 പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 11 പേരാണ് ബാക്കി ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി ഉള്ളവർ നോട്ട് ക്രിട്ടിക്കലാണ്. 6 പേര് നോട്ട് ക്രിട്ടിക്കലായിട്ട് ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. അതിലൊരു 14ാമത്തെ ആൾ ഇപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി അവിടെ ചികിത്സ തേടുന്ന ഒരാളുണ്ട്. നമുക്ക് 5 പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ബോഡിയാണ് വിട്ടു നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് രാവിലെ തന്നെ ആരംഭിക്കും. അതുപോലെ DNA സാമ്പിളിംഗ് എടുക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തും. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ബോഡീസ് ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 എണ്ണമാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുക്കാം. ഡിസ്ചാർജ് ചെയ്തവരുടെ പേര് ഞാൻ ഇപ്പോൾ എടുത്ത് പറയാം. ഒരു സംശയം, ഈ 5 എണ്ണത്തിൽ 5ഉം കൺഫേം ചെയ്തു, ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രമാണ് അതിന്റെ കൺഫർമേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് ബോഡി റിലീസ് ചെയ്യുന്നത്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താ? ഉണ്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.